നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീകാന്തിനെ കാണാനായിട്ട് ജോബി വരുന്നുണ്ട്. അപ്പൊ ശ്രീകാന്തിന്റെ നമ്പരൊക്കെ കണ്ടുപിടിച്ച് ശ്രീകാന്തിനെ ജോബി വിളിക്കുന്നുണ്ട്. അങ്ങനെ ജോബി വന്നു കഴിഞ്ഞപ്പോ ശ്രീകാന്തിന് ആരാ എന്താണെന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ജോബി ആ കാര്യം പറയണേ. സാറേ, ഞാൻ കുറച്ച് ദൂരത്തുനിന്നാ രാജാ കടന്ന സ്ഥലത്തുനിന്നാ വരണേന്ന് പറഞ്ഞു. ശ്രീകാന്ത് ചോദിച്ചു, നിങ്ങളാണോ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെ വിളിച്ചത്. അല്ല, കാര്യം എന്താന്ന് പറഞ്ഞില്ല. അതെ, എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അല്ല, അതിന് എനിക്ക് നിങ്ങളെ അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അറിയത്തില്ല, പക്ഷേ എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സാറിന് മനസ്സിലാവും ഞാൻ ആരാ എന്താ ഏതാന്നൊക്കെ. അത് മാത്രമല്ല, സാറിന് ഉപകാരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എങ്കിൽ ബാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ജോബി പറഞ്ഞു, എനിക്ക് സാറിൻ്റെ പെങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പെങ്ങളെക്കുറിച്ചോ? അതെ, സാറിൻ്റെ പെങ്ങളുണ്ടല്ലോ വേദയും വേദയുടെ ഭർത്താവ് വിക്രം, അവരെവിടെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്തിൻ്റെ കണ്ണുകളങ്ങ് തിളങ്ങി. അത് മാത്രമല്ല, അവരോടൊപ്പം ഒരു ചെറുപ്പക്കാരനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് അവനായിരിക്കും, ആ അനിയൻകുട്ടനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് സർവ്വ ഡീറ്റെയിൽസും അറിയായിരിക്കും. പിന്നീട് ശ്രീകാന്ത് ചോദിച്ചു, എവിടെയാ അവരെവിടെയാ ഉള്ള, എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ജോബി പറഞ്ഞു, സാറ് ധൃതി വെക്കാതെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. പിന്നീട് വേദയും വിക്രത്തിനെയും കണ്ടതും തോട്ടത്തിലേക്ക് ജോലിക്ക് വന്ന കാര്യങ്ങളെല്ലാം പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ വേദയും വിക്രവും രണ്ടും കൽപ്പിച്ചാണ്, അവള് വക്കീലായിട്ട് തേയിലത്തോടത്തിൽ കൊളുന്തെടുക്കാൻ പോണെങ്കിൽ ചില്ലറക്കാരിയൊന്നുമില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയിട്ടുണ്ട്. ഇത് തനിക്ക് ആപത്താണെന്നുള്ള കാര്യം മനസ്സിലായി. ജോബി പറഞ്ഞു, എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാ അവർ രണ്ടും ശ്രമിച്ചേ. ആ സമയത്താണ് SI സാർ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രീകാന്ത് സാറിനെ അറിയിക്കാനായിട്ട് പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, വളരെ ഉപകാരമുണ്ട്. നിങ്ങൾക്ക് എന്താണെങ്കിലും എന്നോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ തോന്നിയല്ലോ. ഇനി എന്താന്ന് വെച്ചാൽ വേണ്ടത് ഞാൻ ചെയ്തോളാം. വിക്രത്തിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. ജോബി പറഞ്ഞു, അവൻ കാരണമാണ് എൻ്റെ ജോലി പോയത്. അവനെ വെറുതെ വിടല്, എനിക്ക് സാറിന്റെ സഹായം കൂടിയേ തീരുവോളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഉറപ്പായിട്ടും വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ആ ലൊക്കേഷനും കാര്യങ്ങളും എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ജോബി കൃത്യമായിട്ട് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരെ വിളിക്കുവാണ്. ചന്ദ്രശേഖരെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് ചന്ദ്രശേഖരനെ പോയി കാണുവാണ്. ചന്ദ്രശേഖരനെ കണ്ടിട്ട് ജോബി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ ചോദിച്ചു, അവനെ വിശ്വസിക്കാവോ? ശരിക്കും വേദയെ വിക്രത്തിനെ കണ്ടിട്ട് തന്നെയാണോ അവൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ അച്ഛാ, അതിനൊരു മാറ്റമൊന്നുമില്ല. അവനും അവളും കൂടെ അവിടെ ഒളിവിൽ താമസിക്കുകയാണ്. പിന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് അവിടുത്തെ ഒരു പള്ളിയിലെ അച്ഛനും പിന്നെ കുറച്ച് ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞു, നാട്ടുകാരും ഉണ്ട്. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അറിയാലോ വിക്രം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിക്ക് നടത്തണം. നമ്മൾ തനിച്ചു പോയിട്ട് കാര്യമില്ല, തനിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയണേ? അതിന് വേണ്ടുന്ന ആൾക്കാരെ ആദ്യം നമ്മൾ സെറ്റാക്കണം. നമ്മുടെ കൈപ്പിടിയിലുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് എന്ന് തലവെച്ച് കൊടുക്കണ്ട, അതിനുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇറക്കാം. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാര്യങ്ങൾ എളുപ്പമാണ്. വിക്രത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എത്തിക്കണം. പിന്നീട് വേദയെ കൊണ്ടുവരണം. പിന്നെ അവൾക്ക് പിന്നെ അവനോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകത്തില്ല. അവനെ നമ്മൾ തീർത്ത് കളയാൻ പോവല്ലേന്ന് ചോദിച്ചു. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, അവനോളും കൂടെ ജീവിതം തുടങ്ങിയെന്ന് തോന്നേ. സാരമില്ലടാ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. വേദ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. ശ്രീകാന്തിന് വേറൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ ഇപ്പം എല്ലാം അവളുടെ പേരിലല്ലേ, അത് തൻ്റെ പേരിലേക്ക് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. അവളെ എതിരയുടെ വേളിനും പൊയ്ക്കോട്ടെ, പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ അതിനു മുമ്പ് ഒരു കാരണവശാലും വിക്രവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ആ സമയത്ത് വേദയോ വിക്രമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവര് ശ്രീലക്ഷ്മിയുടെ സന്തോഷിനെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു. ശ്രീലക്ഷ്മിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് വേദ ഒരുക്കുവാണ്. പിന്നീട് ശ്രീലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നൊക്കെ സംഭവിച്ചു പോയി. അത് വിക്രം വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അന്നത്തെ സമയത്ത് വിക്രം ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. വിക്രത്തിന് സ്വഭാവത്തെക്കുറിച്ച് അറിയാമായിരുന്നല്ലോ, ഗുണ്ടായിട്ട് നടന്ന. പക്ഷേ പിന്നീടാണ് വിക്രത്തിന് മനസ്സുമാറ്റമൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. ശ്രീലക്ഷ്മി പറഞ്ഞു, കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ
വേദ ശ്രീലക്ഷ്മിയെ ഒരുക്കുവാണ്. ശ്രീലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഈ സമയത്ത് വിക്രം സന്തോഷിനെ വിളിച്ചു. സന്തോഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് തന്നെ ശ്രീലക്ഷ്മിയായിട്ടുള്ള വിവാഹം നടക്കണം. ഇനി സമയം വൈകിക്കൂടാന്ന് പറഞ്ഞു. ആ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് റെഡിയായിട്ട് വരാനായിട്ട് സന്തോഷിനോട് പറയണം. ആർഭാടമൊന്നും ഇല്ലാതെ ഗീവറീസും അങ്ങനെ തൊട്ടടുത്ത് കുറച്ച് ആൾക്കാർ മാത്രം നിന്ന് സന്തോഷിനെ ശ്രീലക്ഷ്മിയുടെ വിവാഹം നടത്താനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഗീർവയസ് പോയി ക്ഷേത്രത്തിലെ തിരുമേനിയെ കണ്ട് പറഞ്ഞെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി. ഇനിയിപ്പം താലികെട്ടും കാര്യങ്ങളൊക്കെ മാത്രം നടത്തിയാൽ മതി. അപ്പം ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര വരെ കാര്യങ്ങൾ എത്തിയില്ലേ, ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല. സന്തോഷിന്റെ ശ്രീലക്ഷ്മിയുടെയും വിവാഹമൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കും എന്നൊക്കെ ഒരു ചിന്ത വേദയുടെയും വിക്രത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ശ്രീലക്ഷ്മിയെ റെഡിയാക്കിയതിന് ശേഷം വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പോകുന്നില്ല. കാരണം ശ്രീനി സാർ ഇടപെട്ടിട്ടുണ്ട്. ശ്രീനി സാറ് കാരണമാണ് ശ്രീലക്ഷ്മിയും കൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് പോരാൻ പറ്റിയത്. അല്ലെങ്കിൽ ആ പിള്ള സാറിൻ്റെ ആൾക്കാർ ഗുണ്ടകൾ അവിടെ വെച്ച് തന്നെ തടഞ്ഞേനെന്ന് പറഞ്ഞു. കൃത്യസമയത്ത് തന്നെ ശ്രീനി സാർ ഇടപെട്ടോണ്ടാന്ന് പറഞ്ഞു. പക്ഷെ വേദ പറഞ്ഞു, എന്നാലും ഇനിയിപ്പോൾ അവരാരെങ്കിലും നമ്മുടെ പിന്നാലെ വരുമെന്ന് ചോദിച്ചു. അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടത്തണം. ഇനിയിപ്പോൾ ആര് വന്നാലും അവരെയൊക്കെ ഞാൻ തടഞ്ഞിരിക്കും. എൻ്റെ ജീവനുണ്ടെങ്കിൽ, എനിക്ക് ഇത്രയെങ്കിലും ജീവനുണ്ടെങ്കിൽ ഇവരുടെ വിവാഹം ഞാൻ നടത്തും. ഇവരെ പിടിച്ചുകൊണ്ട് പോകാൻ ഇനി ആരും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വിക്രം ഉറപ്പ് പറയണം. വേദയ്ക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നിയായിരുന്നു. ആ സമയത്ത് ശ്രീനിവാസനെ കാണാനായിട്ട് പിള്ള വരുന്നുണ്ട്. കാരണം ശ്രീനിവാസനാണ് ശ്രീലക്ഷ്മിയെ വിക്രത്തെ സഹായിച്ചെന്നുള്ള കാര്യമൊക്കെ പിള്ള അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളയുടെ ഗുണ്ടകളെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീനിവാസനെ വന്ന് വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെന്തായാലും ചെയ്തത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല ശ്രീനി. ഇത്രയും കാലം എന്നോടൊപ്പം നിന്നിട്ട് ഒരു നിമിഷം കൊണ്ടെല്ലാം നിങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ, ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ പെങ്ങടെ മോളാണ്. അവളെ ഇത്രയും കാലം ഞാൻ അവനിൽ നിന്ന് പിരിച്ചു വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു നിമിഷം കൊണ്ട് നിങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. ഇതെനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ പിള്ളയ്ക്ക് അന്ന് കേട്ടിട്ട് കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടില്ല. അയാൾ പറഞ്ഞു, ഇതെനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റില്ല. ഇന്ന് മുതൽ നമ്മൾ ശത്രുക്കളായിരിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് അയാൾ പോകുന്നത്. പക്ഷെ ശ്രീനിവാസന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. കാരണം താനായിട്ട് ചെയ്തൊരു തെറ്റാ, അത് തിരുത്താനായിട്ടൊരു അവസരം കിട്ടി. തിരുത്തിയെന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. വിക്രം കൃത്യസമയത്ത് തന്നെ വന്നു. ഒരു പക്ഷേ വിക്രം ഇല്ലായിരുന്നെങ്കിൽ താൻ അവരെക്കുറിച്ച് ചിന്തിക്കത്ത് പോലും ഉണ്ടായിരുന്നില്ല. വിക്രം ഒരു നല്ല കാര്യം ചെയ്തെന്നൊരു ചിന്ത ശ്രീനിവാസന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയത്ത് സന്തോഷും കൂട്ടരും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. ശ്രീലക്ഷ്മിയും കൂട്ടി വേദയും വിക്രവും ഗീർവൈസും ഒക്കെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ താലി കെട്ടി ചടങ്ങൊക്കെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഒടുവിൽ തിരുമേനി താലിയെടുത്ത് സന്തോഷിന്റെ കയ്യിലേക്ക് കൊടുത്തു. സന്തോഷ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി അർത്തി. ആ സമയത്ത് അനിയൻകുട്ടനും അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ താലികെട്ടൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അനിയൻകുട്ടൻ എന്ത് ചെയ്തു, ബോധം കിട്ടി താഴേക്ക് മറിയുകയാണ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. അനിയൻകുട്ടന് ബോധം ഉണ്ടായിരുന്നില്ല. വിക്രവും വേദയൊക്കെ പേടിച്ചു പോയി. വിക്രം കുലുക്കി വിളിച്ചിട്ടും അനിയൻകുട്ടൻ എഴുന്നേക്കൊന്നുണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചത് ഏതാണെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അനിയൻകുട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇനി ഇവിടെ കിടത്തിട്ടുണ്ടെങ്കിൽ ആപത്താന്നുള്ള കാര്യം മനസ്സിലായി. വേദം വിക്രവും ഒക്കെ അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് ഒരു ജീപ്പ് വന്ന് നിന്നു. അതിനകത്തുനിന്ന് സേതു ഇറങ്ങുവാണ്. സേതുവും കൂടെ കൂടി പിടിച്ച് അനിയൻകുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഒരു പക്ഷേങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതോട് കൂടിയിട്ട് അനിയൻകുട്ടൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായിരിക്കും. ഇത്രയും കാലം അനിയൻകുട്ടന് സ്വബോധം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പം ഒരു ബോധക്കേടൊക്കെ വന്നു കഴിയുമ്പം അനിയൻകുട്ടന് സ്വബോധം വീണ്ടും കിട്ടുമായിരിക്കും. തനിക്ക് സംഭവിച്ച എന്താണ്, അന്ന് താൻ കണ്ട ആ കാര്യങ്ങളൊക്കെ എന്താന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വിക്രത്തോടും വേദയോടും തുറന്നു പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.